ഹലോ കൂട്ടുകാരെ, ഇന്ന് ഗ്രേഡ് 4 കൂട്ടുകാർക്കുള്ള ഒരു വർക്ക്ഷീറ്റാണ് കേട്ടോ. എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ എക്സാമിന് മുന്നേ വർക്ക്ഷീറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഡീഷനും സബ്ട്രാക്ഷനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ഈ ഭാഗത്ത് പോസ് ചെയ്യണം. പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാം ആൻസർ നമ്പർ ഇട്ട് എഴുതി കൊടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻസും എക്സ്പ്ലനേഷനും പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും പറ്റും. എക്സാമിന് പോകുമ്പോൾ ഇതെല്ലാം എനിക്കറിയാലോ എന്നൊരു ആശ്വാസത്തിൽ പോവാലോ. ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാം വളരെ ഈസി ആയി കിട്ടും അല്ലേ. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇൻ അഡീഷൻ ദ നമ്പേഴ്സ് ബീങ് ആഡഡ് ആർ കോൾഡ്. അപ്പോൾ എഡീഷനിൽ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? അതായത് നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരെന്താണെന്ന് കോമൺ ആയിട്ട് ഇതിന് നമ്മളൊരു പേര് പറയും. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആൻസർ പോസ് ചെയ്തിട്ട് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആരൊക്കെ ശരി എഴുതിയത്, ആരൊക്കെയാണ് തെറ്റിച്ചതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ഈ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആഡൻസ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ദ ആൻസർ വി ഗെറ്റ് ആഫ്റ്റർ എഡീഷൻ ഈസ് കോൾഡ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിന് എന്ത് പേര് പറയും? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 + 3 = 5 ആണ് അല്ലേ. ആൻസറിന് നമ്മൾ എന്ത് പേരാ പറയുന്നത്? എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ ആൻസർ. ഇത് ഞാനും എഴുതാൻ പോവാണ്. ആരൊക്കെ ശരിയാക്കിയതെന്ന് നോക്കാലോ. SUM, സം അല്ലേ. അപ്പോൾ ആഡ് ചെയ്യുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞു ആഡൻസ്. അതിൻ്റെ ആൻസറിനെ സം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആൻസർ ആഫ്റ്റർ സബ്ട്രാക്ഷൻ ഈസ് കോൾഡ്. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെ എന്ത് പേര് പറയും നമ്മൾ? നോക്കാം നമുക്കിവിടെ. 3 - 2 = 1. അപ്പോൾ കിട്ടിയ ഈ ആൻസറിനെ നമ്മൾ എന്ത് പറയും? ഈ 2 നമ്പറുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ദ ആൻസർ ആഫ്റ്റർ സബ്ട്രാക്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എനി നമ്പർ ഡാഷ് ഫ്രം ഇറ്റ് സെൽഫ് ഗിവ് 0. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0 അല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞാലല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ സബ്ട്രാക്ട് എന്നാണ്. മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ആ ആൻസറും കിട്ടി. വെൻ വി ചേഞ്ച് ദ ഓർഡർ ഓഫ് നമ്പേഴ്സ് ബീയിങ് ആഡഡ് ദ ഡാഷ് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ നമ്മൾ 2 നമ്പറുകൾ ആഡ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 + 3 തന്നെയാണല്ലോ ആഡ് ചെയ്തത്. അത് തന്നെ ചെയ്യാം. 2 + 3 = 5 കിട്ടി. നമ്മൾ ഇതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. 3 + 2 ആക്കി. ആൻസർ എത്രയാണ് കിട്ടുന്നത്? 5 തന്നെ. അപ്പോൾ അതിൻ്റെ എന്തിന് മാറ്റം വരുന്നില്ല? സമ്മിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസറും സം എന്ന് തന്നെയാണ്. വെൻ വി ആഡ് ഓർ സബ്ട്രാക്ട് ഡാഷ് ദ റിസൾട്ട് വിൽ ബി ദ നമ്പർ ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മൾ ഒരു നമ്പറിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിന് മാറ്റമൊന്നുമില്ല. അത് ഏത് നമ്പറായിരിക്കും? നമുക്ക് നോക്കാം. 3 + 0 എത്രയാണ് കിട്ടുന്നത്? 3 തന്നെ അല്ലേ. 3 - 0 എത്രയാണ് കിട്ടുന്നത് ആൻസർ? 3 തന്നെ. അപ്പോൾ നമ്മുടെ ഈ ആൻസർ ഫില്ലാവുന്നുണ്ടല്ലോ. വെൻ വി ആഡ് ഓർ സബ്ട്രാക്ട് 0 ദ റിസൾട്ട് വിൽ ബി ദ നമ്പർ ഇറ്റ് സെൽഫ്. ഏത് നമ്പറിൻ്റെ കൂടെയും നമ്മൾ 0 ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാവുന്ന ആൻസർ എന്താ? 0. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത്ര ഈസിയാണ് അല്ലേ നമ്മുടെ ഗ്രേഡ് 4 അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ. ഇനിയും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കൂടുതൽ അഡീഷൻ സബ്ട്രാക്ഷൻ വർക്ക്ഷീറ്റ്സ് ചെയ്യാം കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തോളൂ. എല്ലാവർക്കും ഈസി ആവട്ടെ മാത്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്രേഡ് 4ൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.